നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അനുഷ് മോഹൻ, കൺസൾട്ടൻറ്റ് ഗാസ്ട്രോ സർജൻ, PRS ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. എല്ലാവരെയും വളരെയധികം ഇലട്ടുന്ന ഒരു പ്രോബ്ലമാണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമിതവണ്ണം, പൊണ്ണത്തടി ഇവയെല്ലാം തരം തിരിച്ചേക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ടാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വെയ്റ്റും ഹൈറ്റും കണക്കിലെടുത്ത് വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ, അതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ബോഡി മാസ് ഇൻഡെക്സ് 18 തൊട്ട് 25 വരെ നോർമലായിട്ട് കണക്കാക്കപ്പെടുന്നു. 25-ന് മേലിലാണെങ്കിൽ അത് അമിതവണ്ണം അഥവാ ഓവർ വെയ്റ്റ് എന്നും, 30-ന് മേലിലാണെങ്കിൽ അത് പൊണ്ണത്തടി എന്നും ഒബീസിറ്റി അഥവാ ഒബീസിറ്റി എന്നും അറിയപ്പെടുന്നു. അതനുസരിച്ച് അതിൻ്റെ മേലിലേക്ക് ഒബീസിറ്റി ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും അധികം പ്രാധാന്യം നേടാൻ കാരണം അമിതവണ്ണം പൊണ്ണത്തടിയുടെ ആ ഒരു കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനപ്പുറം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾ ബന്ധപ്പെട്ടതായി വളരെ അധികം കോമൺ ആയിട്ട് കാണപ്പെടുന്നു. അതിലേറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഡയബറ്റിസ്, അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ താരതമ്യേന വളരെയധികം കൂടുക, അത് തന്മൂലം ഉണ്ടാകുന്ന ഹാർട്ട് പ്രോബ്ലംസ് അഥവാ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന ബ്രെയിനിന് വരുന്ന സ്ട്രോക്ക്, അത് കാരണം ഉണ്ടാകുന്ന ഒരു സൈഡ് സ്തംഭനം, സംസാരശേഷി നഷ്ടപ്പെടുക, പിന്നെ കരളിനകത്ത് കൊഴുപ്പടിയുക, അത് മൂലമുണ്ടാകുന്ന സിറോസിസ് ചേഞ്ചസ്, പിന്നെ മറ്റ് മേജർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് പല പല അവയവങ്ങളിൽ ക്യാൻസർ ബാധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അമിതവണ്ണമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഇത് ഇത്രയും അധികം പ്രാധാന്യം നേടാൻ കാരണം ഇന്ത്യ ഈസ് നോൺ ആസ് ദ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ളത് ഇന്ത്യയിലാണെന്നും, ഇന്ത്യയിൽ തന്നെ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ICMR 2023 സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജസ് ഓഫ് പേഷ്യൻസ് ഉള്ള ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ള സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിൽ 3-ാം സ്ഥാനത്ത് കേരളം ഉൾപ്പെടുന്നതായിട്ടും കാണപ്പെട്ടിട്ടുണ്ട്. 25.5% പേഷ്യൻസ് ആൾക്കാർക്ക് ഡയബറ്റീസ് ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. ഇനി ഇതിനുള്ള പ്രതിവിധികൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയ്റ്റ് റിഡക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനം ഡയറ്റ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക തന്നെയാണ്. ഇതിലൂടെ വെയ്റ്റ് റിഡക്ഷൻ കൺട്രോൾ കിട്ടി നോർമൽ BMIയിലേക്ക് നമുക്ക് ശരീരത്തിൻ്റെ വണ്ണം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അത് സാധ്യമല്ല എന്നും, പേഷ്യൻസ് വന്നിട്ട് അവർ ഡയറ്റ് നോക്കുന്നുണ്ട്, എക്സസൈസ് നല്ലവണ്ണം ചെയ്യുന്നുണ്ട്, അവർക്ക് അഥവാ ഡയറ്റ് നോക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ആഹാരം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നിങ്ങനെ പല പല കംപ്ലയിൻസുമായിട്ട് OPയിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വെയ്റ്റ് റിഡക്ഷൻ സർജറി വേണ്ടി വരുന്നത്. വെയ്റ്റ് റിഡക്ഷൻ സർജറി അഥവാ മെറ്റബോളിക് സർജറി അഥവാ ബേരിയാട്രിക് സർജറി എല്ലാം ഒരേ കാര്യം തന്നെയാണ്. അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൂടെ അദ്ദേഹത്തിന് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കണം. ഇതിനാണ് ബേരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ബേരിയാട്രിക് സർജറി പല പല ടൈപ്പ് സർജറീസ് ഉണ്ട്. അത് ഒരു ആളിൻ്റെ BMI ഒരു മീഡിയം, അതായത് ഗ്രേഡ് 1 ഒബേസിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു ടൈപ്പ് സർജറിയും, അതിനേക്കാളും കൂടുതൽ ഗ്രേഡ് ഉള്ള സർജറി ആണെങ്കിൽ ഒരുപാട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെതായ ഹയർ അഡ്വാൻസ് സർജറീസും വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്ന സർജറിയാണ്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റൊമക്ക് അഥവാ ആമാശയത്തിന് ഒരു സഞ്ചി പോലെ ഇരിക്കുന്ന ആമാശയത്തിനെ കട്ട് ചെയ്ത് അതിനൊരു ട്യൂബിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്ന സർജറിയാണ് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. ഇതിലൂടെ അദ്ദേഹം കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ആഹാരത്തിനോട് അമിതമായ ആസക്തി ഇല്ലാതാവുകയും ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആമാശയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് വിശപ്പിനുള്ള ഹോർമോൺ അഥവാ ഗ്രലിൻ എന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഗ്രലിൻ്റെ അളവ് നമ്മൾ ഈ സ്റ്റൊമക്ക് കട്ട് ചെയ്യുന്നതിലൂടെ ഗ്രലിൻ്റെ അളവ് കുറയുകയും ആഹാരത്തിനോടുള്ള ഒരു ആസക്തി കുറയുകയും തന്മൂലം അത് കാരണം അവർക്ക് ആഹാരം കഴിക്കാനുള്ളൊരു പ്രവണത കുറയുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ കിട്ടാനും സാധിക്കും. ഇതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ് ബൈപ്പാസ് സർജറീസ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറയുന്ന സർജറിയാണ്. ഈ സർജറിയിൽ ആഹാരത്തിൻ്റെ അളവ് കഴിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ
കുടലിൽ ബൈപ്പാസ് ചെയ്ത് മറ്റേ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിലേക്ക് ഈ ആഹാരത്തിൻ്റെ പോഷകാഹാരങ്ങളൊന്നും തന്നെ വലിച്ചെടുക്കാതെ ആ അമിതമായ കാലറീസും ഫാറ്റും എല്ലാം അങ്ങ് അബ്സോർബ് ചെയ്യാതെ തന്നെ അങ്ങ് പുറത്തേക്ക് തള്ളപ്പെടുന്നതായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്രയും വെയിറ്റ് ഉള്ള രോഗികൾക്ക് ഓപ്പൺ സർജറി ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ഈ പറഞ്ഞ സർജറീസ്, ബേരിയാട്രിക് സർജറീസ് എല്ലാം തന്നെ സ്ലീവ് ഗാസ്ട്രക്ടമി ആയിക്കോട്ടെ, മിനി ഗാസ്ട്രിക് ബൈപ്പാസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ കീഹോൾ സർജറിയിലൂടെയാണ് ചെയ്യുന്നത്. അതിനാൽ ചെറിയ ചെറിയ മുറിവുകൾ മാത്രമേ ശരീരത്തിന് പുറമേ കാണത്തുള്ളൂ. അത് കാരണം ഈ സർജറി കഴിഞ്ഞ ഒരു രോഗിക്ക് സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സർജറി കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ 12 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കാനും വലിയതായിട്ട് വേദന ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഇല്ല. പിന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് തിരിച്ച് കയറാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ അവർക്ക് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അടുത്ത എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഇത് എപ്പോഴാണ് ഈ വെയിറ്റ് റിഡക്ഷൻ കിട്ടി തുടങ്ങുക, അതായത് എപ്പോഴാണ് വെയിറ്റ് കുറഞ്ഞു തുടങ്ങുക, എത്ര നാൾ ഈ വെയിറ്റ് നിലനിൽക്കും, എത്ര വെയിറ്റ് കുറയും എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, സർജറി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ നല്ലപോലെ കണ്ടു തുടങ്ങും. അതുകൂടാതെ ഒരു 3 മാസം 6 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പേഷ്യൻസ്, നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു 70% ഓഫ് ദ എക്സസ് വെയിറ്റ്, അതായത് അവരുടെ ബോഡിയിലുള്ള അമിതവണ്ണത്തിൻ്റെ ഒരു 70% 80% ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു വെയിറ്റ് റിഡക്ഷൻ ആണ് ആ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് കാരണം അവർക്ക് ഒരുപാട് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകുന്ന ഹെവി വെയിറ്റ് കാരണമുള്ള ഷുഗർ പ്രോബ്ലം ആയാലും BP പ്രോബ്ലം ആയാലും കൊളസ്ട്രോൾ പ്രോബ്ലം എല്ലാം തന്നെ വളരെയധികം കൺട്രോളിൽ വരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. എത്രയൊക്കെ ആയാലും എല്ലാവർക്കും ഉണ്ടാകുന്ന അടുത്ത ഒരു പേടി അഥവാ ഭയം, ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റിക്കവറിയാണ്, അഥവാ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, സൈഡ് എഫക്ട്സ്, ഇതുമൊക്കെ അവർക്ക് വളരെയധികം ഒരു ടെൻഷനുള്ള ഒരു കാര്യമാണ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുവാണെങ്കിൽ മറ്റേതൊരു സർജറിയും പോലെ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ അമിതവണ്ണമായതിൻ്റെ അതിൻ്റെതായ ശ്വാസതടസ്സം വരാനും ഹാർട്ട് അറ്റാക്ക് വരാനും ഒക്കെ ഉള്ള മറ്റേത് ഓപ്പറേഷൻ പോലെ ഉണ്ട്, കാരണം ഇതൊരു മേജർ ഓപ്പറേഷൻ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ സർജറിക്ക് മുമ്പ് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് പ്രീ ഓപ്പറേറ്റീവ് സർജറിക്ക് മുമ്പുള്ള പ്രിപ്പറേഷൻസിലൂടെയും സർജറി സമയത്ത് നമ്മൾ അതിന് വേണ്ട കെയർ കൊടുക്കുകയും സർജറിക്ക് ശേഷം വേഗം എഴുന്നേൽപ്പിച്ച് നടത്തിക്കുന്നതിലൂടെയും കാലിൽ ബ്ലഡ് ക്ലോട്ട്, നെഞ്ചിൽ കഫക്കെട്ട്, ഹാർട്ട് അറ്റാക്ക് പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും വേണ്ട കെയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാതെ നല്ലൊരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഈ സർജറി സക്സസ് ആവുകയാണെങ്കിൽ അവരുടെ ലൈഫ് പിന്നെ നമുക്ക് ഭയങ്കര അവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ നമുക്ക് അവരെ പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും മറ്റ് അസുഖങ്ങളെല്ലാം, ഷുഗർ, BP, കൊളസ്ട്രോൾ എന്നുള്ള അസുഖങ്ങളെല്ലാം തന്നെ അവർക്ക് അത് ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർക്ക് ഒരു 99% വരെ ആ അസുഖങ്ങളിൽ നിന്ന് അവർക്കൊരു മുക്തി നേടുകയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇത്രയാണ് ബേരിയാട്രിക് സർജറി അഥവാ മെറ്റബോളിക് സർജറിയെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഉത്തരം ഞങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം.